പുല്ലുമേട് കാനന പാതയിൽ വനത്തിലകപ്പെട്ട ശബരിമല തീർത്ഥാടകരെ രക്ഷപ്പെടുത്തി സന്നിധാനത്തെത്തിച്ചു. ചെന്നൈയിൽ നിന്ന് ദർശനത്തിനെത്തിയ 34-അംഗ സംഘമാണ് കാട്ടിൽ അകപ്പെട്ടത്. ദുരന്ത നിവാരണ സേന, ഫയർഫോഴ്സ്, വനംവകുപ്പ് എന്നിവർ ചേർന്ന് രക്ഷപ്പെടുത്തിയ ഭക്തർ സുരക്ഷിതരാണ്. ചെന്നൈയിൽ നിന്നുള്ള 34-അംഗ സംഘമാണ് പുൽമേട് വഴി സന്നിധാനത്തേക്ക് യാത്ര തിരിച്ചത്. അവർ 11 മണിക്ക് യാത്ര തിരിച്ചതാണ്. അതിൽ കൂടുതലായി പ്രായമുള്ള സ്വാമിമാരുണ്ടായിരുന്നു. അവർക്കൊക്കെ തന്നെ കുറച്ച് യാത്ര ചെയ്ത സമയത്ത് അവർക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായി, തടസ്സമുണ്ടായി. അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് സന്നിധാനത്തിന് ഏതാണ്ട് 2 കിലോമീറ്റർ ഉള്ളിൽ കാട്ടിന് സമീപത്ത് കാനനപാതയിൽ അവർ അകപ്പെട്ടത്. അങ്ങനെയുള്ള സന്ദേശമാണ് ഫയർഫോഴ്സിനും NDRFനും അതുപോലെ തന്നെ വനംവകുപ്പിനും ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സിൻ്റെയും NDRFിൻ്റെയും അതുപോലെ തന്നെ വനംവകുപ്പിൻ്റെയും ടീം അവിടേക്ക് എത്തുകയായിരുന്നു. ഒന്നില്ല സ്വാമി, കാലെല്ലാം അടിപ്പത്തേക്ക് വേറെ ഇതില്ല, കണ്ണു കുസിത്ത് പ്ലീസ് ഒന്നില്ല, തിന്നതില്ല, ഒന്നില്ല காலை சொல்லுக்கு புத்திக்கிட்டு எல்லாம் நடக்க முடியல, அதனால வேற ஒன்றும் இல்லை. பேர் தெரியல, நிறைய பேர் வந்தாங்க சாமி. ஆமாம் சாமி. இப்போ சாமி பார்க்க முடியும், என்னால் எனக்கு ஒரு மாதிரி அவுப்புவத்தை ஃபீல் ஆகுது. நிறைய பேர் இருந்தாங்க சாமி. நிறைய பேருக்குள்ள வரும்போது நானும் கொஞ்சம் ஸ்லோவாக வந்தேன். தேன காலை இத்திக்கிட்டு தொண்ணு നടക്കുമ്പോൾ കാലിൽ ഇത്തിക്കിട്ട് വേറെ ഒന്നുമില്ല. 3 പേർക്കാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്. അതിൽ 2 പേർക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട്, കാലിന് മസിൽ പിടിച്ച് ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യമായിരുന്നു. അവരെയൊക്കെ തന്നെ 4 പേരുടെ ടീമാക്കിക്കൊണ്ട് NDRFും അതുപോലെ തന്നെ വനം വകുപ്പും ഫയർഫോഴ്സ് സംഘവും കയറ്റി മുകളിലേക്ക് കൊണ്ടുവരികയായിരുന്നു. Some were having breathing problems, some were having difficulties to walk, and they carried, and forest department was also there, fire department was also there. So together we carried the victims to a safer place, to the EMC number 12 and also to the other EMCs. അപ്പോൾ വളരെ ദുർഘടം പിടിച്ചൊരു പാതയായതുകൊണ്ട് നമുക്ക് സ്ട്രക്ചറിൽ കൊണ്ടുവരിക എന്നുള്ളത് ഒരു പ്രയാസകരമായ കാര്യമായിരുന്നു. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരു 4 പേരടങ്ങുന്ന ടീമിനെ ക്രൂ ആക്കിയിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. NDRF ടീം, അതേപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ചേർന്ന് സംയുക്തമായി അവരെന്ത് ചെയ്ത് താഴെ എത്തിച്ചു. 11 മണിക്കാണ് അവർ അവിടെ നിന്ന് കയറി തുടങ്ങുന്നതാണ് അവരിൽ ആൾക്കാർ എന്നെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിൽ വയസ്സായ ആൾക്കാർ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ 70 വയസ്സിന് മുകളിലുള്ള ഒരാൾക്കാണ് ആദ്യം കാലിന് വയ്യാതായത്. ഈ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. അവരെ എല്ലാം തന്നെ സുരക്ഷിതമായി ഇപ്പോൾ സന്നിധാനത്തിന് സമീപത്ത് പാണ്ഡിത്താവളത്തേക്ക് എത്തിച്ചിരിക്കുന്നു. അവരെല്ലാം സുരക്ഷിതരാണ്. ഒരു കാരണവശാലും യാതൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സ്, അതുപോലെ തന്നെ NDRF, ഒപ്പം വനംവകുപ്പ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ആദ്യം ഒരു ആശങ്ക ഉണ്ടായിരുന്നു, എന്നാൽ ആ ആശങ്ക പൂർണ്ണമായും പരിഹരിച്ചിരിക്കുന്നു. ആ ഭക്തന്മാരെല്ലാം തന്നെ സുരക്ഷിതമായി സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നു. സന്നിധാനത്ത് നിന്ന് ക്യാമറമാൻ വേണുവിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്.